നോമ്പാവാനായതുകൊണ്ട് പോലെയുള്ള കടകാരിയായിട്ട് ക്ലീനിങ് നടത്തി. പക്ഷെ ഇവിടെ കുറച്ച് നാളെ എത്ര കുപ്പായ ക്ലീൻ ആക്കിയെങ്കിലും ഒരു സോങ്ങൾ നാറ്റം പോക്കില്ല. സോ ഇപ്രാവശ്യം വിചാരിച്ചു എന്തായാലും ഈ വാഷിംഗ് മെഷീൻ ഒന്ന് തുറന്നു നോക്കിയിട്ട് ക്ലീൻ ആക്കണോ. ആൻഡ് ഇത് ചെയ്തത് ഞാനും റസിയാണ്, വേറെ ആരും കൂട്ടിയിട്ടില്ല. പക്ഷെ സംഭവം കണ്ടിട്ടാകുമ്പോൾ ഇത് അയച്ചിട്ടാകുമ്പോ റബ്ബെ കാറാകുമ്പോ നമ്മളെ ഡ്രസ്സിന് വാഷിംഗ് മെഷീനിലിട്ട് ക്ലീൻ ആകുമ്പോൾ ആ മെഷീൻ ഒന്ന് ഇത്ര ബെടുക്കുള്ള കാര്യം നിങ്ങൾക്ക് അറിഞ്ഞില്ല. ഇത് അയച്ചിട്ട് കണ്ടിട്ടാകുമ്പോ സെക്കായി പോയി. നമ്മ ഇത്രക്കെല്ലാം ഉണ്ടാവുന്ന വിചാരിച്ചു. ആ വാഷിംഗ് പ്ലേറ്റ് അയച്ചിട്ടാകുമ്പോ റബ്ബെ ഞെട്ടിപ്പോയി എന്ന് വെച്ചല്ലേ. ഫുള്ള് നൂലും അതും ഇതും കച്ചരയും ഇങ്ങനെ വിചാരിക്കും നിങ്ങളെല്ലാം അങ്ങനെ ഉണ്ടാവില്ല. പക്ഷെ അയച്ചു നോക്കുക, അപ്പേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഇത് ക്ലീൻ ചെയ്യാൻ ഞാൻ ഇപ്പൊ എടുക്കുന്നത് ക്ലെൻസ് മോം ബൈ ക്ലീനസ്റ്റിന്റെ വാഷിംഗ് മെഷീൻ ക്ലീനർ ആട്ടോ. ഈ ഒരു 3 പാക്ക് ആട്ടോ ഉള്ളത്. നമുക്ക് ഒരു മന്തിൽ ഒന്ന് യൂസ് ചെയ്യാം. ഇത് നമ്പർ 1 വാഷിംഗ് മെഷീൻ ഡെസ്ക് ആട്ടോ. ആമസോണിലൊക്കെ നമുക്ക് ഇത് സിമ്പിൾ ആയിട്ട് മേടിക്കാൻ കൊടുക്കും. ഞാൻ ഇതൊന്ന് പൊട്ടിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് വാഷെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ അടിപൊളിയായിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പാക്ക് ഇട്ടിട്ട് കഴിയാൽ മതി. നമുക്ക് ഇനി ടെൻഷനേ വേണ്ട. നമ്മൾ ഇതെല്ലാം ഭയങ്കര കച്ചറയായിട്ടുണ്ടാവും. നോമ്പല്ലേ വരാമെന്ന്. അപ്പൊ എന്തായാലും അത്യാവശ്യമായിരിക്കും. അപ്പൊ ലിങ്ക് വേണ്ടത് കമന്റ് ചെയ്താൽ മതി. അപ്പൊ ഓക്കെ, ബൈ.